ഈ മച്ചന്മാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെയുള്ള മെത്തേഡും കാര്യങ്ങളും ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവരും കൂടെ അറിയട്ടെ നമ്മുടെ ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ ഈ ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഗെയിമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഗെയിമിലേക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, എപ്പോഴാണ് കിട്ടുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ മറ്റേ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് നമുക്ക് പുതിയൊരു ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു ലീക്സും കാര്യങ്ങളും നമുക്ക് 2 ദിവസം മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺഫേം ആക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പം എത്രമാത്രം ഇത് കൺഫേമും കാര്യങ്ങളൊക്കെ ആയിട്ട് ശേഷം നമ്മൾ ഇടാമെന്ന് വിചാരിച്ചാണ്. അപ്പം എന്തായാലും നമ്മൾ ഡെവലപ്പറും കാര്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങൾ നമ്മൾ ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് എടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ഒരു ലിങ്ക് കഴിച്ചിട്ടാണ് നമുക്ക് ഹിൽസ് റോഡും കാര്യങ്ങളും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ എപ്പോൾ കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ വീഡിയോ നമുക്ക് ഹിൽസ് റോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയറുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. പ്രൊസീജിയർ വേറെ ഒന്നുമല്ല, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയറും കാര്യങ്ങളും. അപ്പോൾ കമൻസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ലിങ്കും കാര്യങ്ങളും കിട്ടുന്നത്. ഇനി ഈ ലിങ്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചിരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ഗെയിമിൻ്റെ അകത്തോട്ട് വരുന്നതാണ്. ഗെയിമിൻ്റെ അകത്ത് വന്നതിന് ശേഷം വീണ്ടും പുറത്തിറങ്ങിയതിന് ശേഷം മാർജിസ് മെനു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അതിൻ്റെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഹിൽസ് റോഡ് .glb എന്ന് പറഞ്ഞ് കിടക്കുന്ന ഓപ്ഷൻ കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഈ ലിങ്കും കാര്യങ്ങളും ആഡ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇതെനിക്ക് വർക്കും കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങളെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അപ്പോൾ ഈ ഹിൽസ് റോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു 2-3 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നേരെ നമ്മുടെ ഹിൽസ് റോഡിൻ്റെ അകത്തോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് തോന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് കാറോ അല്ലെങ്കിൽ ഏത് ബൈക്കോ എന്ത് വന്നു വെച്ചാൽ ആനിമൽസോ ബൈക്കോ ഫ്ലൈയിങ് ബൈക്കോ എന്ത് വന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അത് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വണ്ടി കാര്യങ്ങൾ ഓടിച്ച് ഫിനിഷ് ലൈനിൽ എത്തേണ്ടതാണ്. പക്ഷേ ഇപ്പം എല്ലാവരും ഓർക്കുന്നതായിരിക്കും ഇതൊക്കെ എളുപ്പമാണ്, പെട്ടെന്ന് എത്താം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്ന്. പക്ഷേ അത് അത്രയും എളുപ്പം കാര്യങ്ങളല്ല. ഈ ഹിൽസിനകത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പ് എത്താൻ വേണ്ടി കുറേ ഞാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ മൊത്തം ഫെയിൽഡായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാര്യങ്ങളൊക്കെ വെച്ച് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സൈഡിൽ നമ്മളിങ്ങനെ വളവും കാര്യങ്ങളൊക്കെ തിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി കാര്യങ്ങൾ വെച്ച് നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ അത് വീഴുന്നുണ്ടായിരുന്നു, അത് കാണിച്ചു തരുന്നതാണ്. ഇത് അത്രയ്ക്ക് ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു ഗെയിമും കാര്യങ്ങളുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഇതിനകത്ത് എത്ര ടോപ്പിൽ കയറാൻ നോക്കുന്നുണ്ടോ അത്രയും നമുക്ക് നല്ലൊരു കിടിലായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏത് കാർ വെച്ച് കാരണം ഹാർഡസ്റ്റ് കാർ വെച്ചിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് എത്ര നല്ല പെർഫെക്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഓടിച്ച് പോകുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് പെർഫെക്റ്റും കാര്യങ്ങളായിട്ടല്ല ഞാൻ ഓടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇത്രയും കുറച്ച് കഷ്ടപ്പാടാണ് ഇത് കയറാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹിൽസ് റോഡും കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓൾസോ നമുക്കിതിൻ്റെ ചെക്ക് പോയിൻറ്റും കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ മറക്കരുത്. നമ്മളിപ്പം ഒരു ചെക്ക് പോയിൻറ്റിൽ എത്തിയിട്ട് നമ്മളിപ്പം വണ്ടി താഴോട്ട് വീഴുകയാണെങ്കിൽ നമ്മളപ്പം സ്റ്റാർട്ടിംഗ് പോയിൻ്റല്ല എത്തുന്നത്, നമ്മൾ നേരെ ചെക്ക് പോയിൻറ്റിലാണ് എത്തുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ചെക്ക് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്ന വീഡിയോസിൽ നമ്മളത് അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ. അപ്പോൾ ഈ ചെക്ക് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ ചെക്ക് പോയിൻ്റ് ഇല്ലാതെ മണ്ടയ്ക്ക് ഒറ്റ ഒരു സ്ട്രക്ചറിൽ തന്നെ കയറാനുള്ള രീതി നമുക്ക് നോക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ലംബോർഗിനി വെച്ച് വീണിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഹയാബൂസ കാര്യങ്ങളെടുത്ത് നമുക്ക് ഓടിച്ച് നോക്കാം. കാരണം ബൈക്കാകുമ്പോൾ കുറച്ച് എളുപ്പമാണ്. എന്ന് വെച്ചാൽ ബൈക്കിലാകുമ്പം ഇത്രയും ഈ വീതി ഉള്ളതുകൊണ്ട് നമുക്ക് ബൈക്ക് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിവിടെ സ്മൂത്തായിട്ട് ഓടിക്കാനും പറ്റുന്നുണ്ട്. കാറാകുമ്പോൾ കുറച്ച് പ്രയാസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് സൈഡ് കാര്യങ്ങളൊക്കെ തിരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒന്ന് സൈഡിലോട്ട് തിരിഞ്ഞ് തന്നെ വീഴാനും ചാൻസ് ഭയങ്കര കൂടുതലായിരുന്നു. എന്നാൽ പക്ഷേ നമുക്ക് ബൈക്ക് വെച്ച് ആകുമ്പം നമുക്ക് വലിയ സീനും കാര്യങ്ങളൊന്നും വരുന്നില്ല ഞാനിപ്പോൾ ഓടിച്ചിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഹിൽസ് റോഡ് കാര്യങ്ങളൊക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് കമൻസ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമ്മളിത് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ മോർണിംഗ് ചിലപ്പോൾ അല്ലെങ്കിൽ ഈവനിങ് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ഉടനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വാട്സപ്പ് ചാനലായിരിക്കും നമ്മളിത് പെട്ടെന്ന് തന്നെ കൊണ്ടിടുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് എടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്നാലും നെക്സ്റ്റ് വീഡിയോ നമ്മൾ നാളത്തെ വീഡിയോയിൽ അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ കാണിച്ചിരുന്നതാണ്. ലിങ്ക് വഴി എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള മെത്തേഡും കാര്യങ്ങളും നമ്മൾ നാളത്തെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പം എത്ര പേർക്ക് ഒരു ഹിൽസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ നാളത്തെ വീഡിയോയിൽ ഹിൽസിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് എല്ലാവരും കമൻറ്റ്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതിനനുസരിച്ചിട്ട് നമ്മളിത് കൊണ്ടുവരുത്തുള്ളൂ.